പത്തനംതിട്ട റാന്നിയിൽ 5.5 വയസ്സുകാരൻ മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന് ബന്ധുക്കളുടെ ആരോപണം. ആരോഗ്യസ്ഥിതി പരിഗണിക്കാതെ കുട്ടിക്ക് അനസ്തേഷ്യ നൽകിയെന്ന് കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു. രക്തത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞതിനെ തുടർന്ന് കുട്ടിക്ക് ശാരീരികാവശ്യത നേരിടുകയായിരുന്നുവെന്ന് റാന്നി മാർത്തോമ ആശുപത്രി അധികൃതർ പറയുന്നു. പ്ലാങ്കമൺ ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാർത്ഥിയായ ആരോൺ വി വർഗീസ് സ്കൂളിൽ കളിക്കുന്നതിനിടെ വീണാണ് പരിക്കേറ്റത്. അഖിൽ കൊണ്ട് കൈ ചെറുതായിട്ട് തെറ്റിയതേ ഉള്ളായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇത് അനസ്തേഷ്യ കൊടുത്ത് കുഞ്ഞിനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി അനസ്തേഷ്യ കൊടുത്തു അറിയാൻ കഴിയുന്നത്. പിന്നെ ബെഡ് ബോഡിയായിട്ടാണ് വന്നത്. ഒരു ന്യൂമോണിയ വന്നായിരുന്നു 2 മാസം മുന്നേ. അത് ബിലീവേഴ്സിൽ പോയി പൂർണ്ണമായിട്ടും മാറി അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം ആയി പിന്നെ സ്കൂളിൽ പോയി തുടങ്ങിയതാണ്. അപ്പോൾ ഈ സ്കൂളിലൊന്ന് വീണപ്പം പറ്റി കൈക്കൊരു ചെറിയ വലത്തേക്കടി കുഴയ്ക്ക് പറ്റിയ ചെറിയൊരു ടെസ്റ്റാണ്, ചെറിയതായിട്ടേ ഉള്ളൂ. ആ ടെസ്റ്റിന് വേണ്ടി കയറിയതാണ്. അവർ പറയുന്ന ഇത് അനസ്തേഷ്യ കൊടുത്തിട്ട് പിടിച്ചങ്ങ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ കയറ്റിയതാണ്. ഉച്ചകുഞ്ഞിൽ അനസ്തേഷ്യ കൊടുക്കാൻ പാടില്ലെന്നാണ് പൊതുവെയുള്ള ആൾക്കാർ പറയുന്നത്. അവരങ്ങനെ ചെയ്തു. ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് കയറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ റിപ്പോർട്ടൊക്കെ വരട്ടെ, കഴിഞ്ഞിട്ട്. അഖിൽ വിവരങ്ങൾ നൽകും. അഖിൽ, 5.5 വയസ്സുകാരൻ്റെ ദാരുണമായ മരണവിവരം വീട്ടുകാർ, കുടുംബങ്ങൾ എന്താണ് പറയുന്നത്? ഈ ആശുപത്രി അധികൃതരുടെ പ്രതികരണം വന്നിട്ടുണ്ടോ? അഖിലിലേക്ക് പെട്ടെന്ന് തന്നെ വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. റാന്നിയിൽ 5.5 വയസ്സുകാരൻ കളിക്കുന്നതിനിടെ വീണ് പരിക്കേൽക്കുകയും പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ആശുപത്രിയിൽ വെച്ചാണ് കുട്ടി മരിക്കുന്നത്. ഇതിലിപ്പോൾ ചികിത്സാ പിഴവ് ആരോപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കുട്ടിയുടെ കുടുംബം. അഖിൽ, കേൾക്കാമോ? അഖിൽ, സൈഫുദ്ദീൻ, ഈ കുട്ടിയുടെ കുടുംബം പറയുന്നത് ഇത്തരത്തിൽ ചികിത്സാ പിഴവ്, അനസ്തേഷ്യ നൽകിയതിലെ പിഴവാണ് കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള ഒരു കാര്യമാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. കാരണം കുട്ടിയുടെ കൈപ്പുഴ തെറ്റിയതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുകയായിരുന്നു. പക്ഷേ ഈ കുട്ടിയുടെ കൈപ്പുഴ തെറ്റിയ ഉടൻ തന്നെ അനസ്തേഷ്യ നൽകുക, ചെറിയ കുട്ടികളുടെ വേദനയില്ലാതെ പെട്ടെന്ന് മാറ്റാൻ അനസ്തേഷ്യ നൽകിയാൽ മതി എന്നുള്ളൊരു കാര്യമാണ് ആശുപത്രി ഇങ്ങോട്ട് പറയുകയായിരുന്നു. അനസ്തേഷ്യ നൽകി ഉടൻ തന്നെ കുട്ടി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കുട്ടിയുടെ ബോധം പോയി. കുട്ടിയുടെ ബോധം നഷ്ടപ്പെട്ടപ്പോഴാണ് ഈ മാർത്തോമ ആശുപത്രിയിൽ നിന്നും കോഴഞ്ചേരിയിലെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ തന്നെ മരണം സംഭവിച്ചിട്ടുണ്ട്. മസ്തിഷ്ക മരണമാണ് സംഭവിച്ചതെന്നുള്ള കാര്യമാണ് പോലീസിന് കോഴഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രി നൽകിയിട്ടുള്ളത്. എന്തായാലും ഇതിൽ വിശദമായി, അതായത് പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു കാര്യം എന്താണ് മരണ കാരണമെന്നും അതുപോലെ തന്നെ ഈ ആശുപത്രി അധികൃതർക്ക് വീഴ്ച സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ എന്നുള്ളൊരു കാര്യമാണ് ആശുപത്രി പോലീസ് പറയുന്നത്. അതിനായിട്ട് കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും എന്തായാലും തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുക. നിലവിൽ ഇപ്പോൾ എന്തായാലും അസ്വാഭാവിക മരണത്തിന് റാന്നി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അഖിലാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്ക്